സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തെക്കുറിച്ചാണ്. 50 വർഷം മുമ്പ് ഈ ദിവസം ജൂൺ 25-ാം തീയതിയാണ് അടിയന്തരാവസ്ഥ രാജ്യത്ത് പ്രഖ്യാപിക്കുന്നത്. ഇന്ദിരാഗാന്ധി 1971 റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ചോദ്യം ചെയ്ത് സമർപ്പിച്ച രാജ്നാരായണൻ സമർപ്പിച്ച ഹർജിയിൽ ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്ന് ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം അക്കാലത്ത് തന്നെ പ്രതിപക്ഷം ജയപ്രകാശ് നാരായണൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ സമരം ഗുജറാത്തിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ ഭരണത്തിനെതിരായ വലിയ സമരം ഉയർന്നു വന്നൊരു കാലം കൂടിയായിരുന്നു. തൻ്റെ അധികാരം അസ്ഥിരപ്പെടുന്നു എന്ന തോന്നൽ ഇന്ദിരാഗാന്ധിയിൽ വലിയ തോതിൽ ഉണ്ടായി എന്നും അതിൻ്റെ തുടർച്ചയിലാണ് അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്നുമൊക്കെ പിൽക്കാലത്ത് വിലയിരുത്തപ്പെട്ടു. എന്തായാലും രാജ്യത്ത് പൗരാവകാശങ്ങളില്ലാതായി, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമില്ലാതായി, മാധ്യമങ്ങൾക്ക് മേൽ വലിയ സെൻസർഷിപ്പ് ഏർപ്പെടുത്തപ്പെട്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ആയുധമായ പോലീസിൻ്റെ തേർവാഴ്ച രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടായി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള പേരിൽ, നഗര സൗന്ദര്യവൽക്കരണം എന്ന പേരിൽ ഒക്കെ രാജ്യത്തെ പാവപ്പെട്ടവർ വേട്ടയാടപ്പെടുന്ന കാഴ്ച കണ്ടു. ഡൽഹിയിൽ തുർക്ക്മാൻ ഗേറ്റിൽ ചേരി ഇടിച്ചു നിരത്തിക്കൊണ്ട് ഒരുപാട് ആളുകളെ തെരുവിലേക്ക് ഇറക്കിവിടുന്ന കാഴ്ച കണ്ടു. അതിനെ എതിർക്കാൻ ശ്രമിച്ചവർക്ക് നേരെ പോലീസ് വെടിവയ്പ്പ് നടത്തുന്ന കാഴ്ച കണ്ടു. അതിൽ നിരവധി പേർ മരിച്ചു. അല്ലാതെ തന്നെ പോലീസിൻ്റെ ഭീകരതയിൽ മരിച്ചവരുടെ എണ്ണം എത്രയാണ് എന്ന് തിട്ടമില്ല. നിരവധി മനുഷ്യർ ജയിലുകളിൽ പീഡനങ്ങൾക്കിരയായി, കസ്റ്റഡിയിൽ പീഡനങ്ങൾക്കിരയായി. മലയാളികൾക്കിടയിലും അങ്ങനെ പീഡനങ്ങൾ അനുഭവിച്ച ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് പരിചിതമായൊരു പേര് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്, അന്നത്തെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അറസ്റ്റിലായതിനു ശേഷം കാണാതാവുകയും പിന്നീട് മരിച്ചു, പോലീസ് കസ്റ്റഡിയിൽ പോലീസിൻ്റെ ക്രൂരമർദ്ദനത്തിനിരയായി മരിച്ചു എന്ന് മനസ്സിലാവുകയും ചെയ്ത രാജൻ എന്ന വിദ്യാർത്ഥിയുടെ പേരാണ്. കേരളത്തിൽ ഒരുപാട് പേരുകൾ അങ്ങനെ അക്കാലത്ത് കൊടിയ പീഡനങ്ങൾക്കിരയായ ആളുകളുടെ പേര്, ഗ്രോവാസ് മുതൽ പിണറായി വിജയൻ വരെയുള്ള മനുഷ്യന്മാരുടെ പേരുകൾ നമ്മളുടെ മുമ്പിൽ ഉണ്ട്. എല്ലാവരുടെയും പേര് പറയുക അസാധ്യവുമാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പുതിയ കാലത്തിരുന്നുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. പുതിയ കാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് എങ്ങനെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനമില്ലാതെ തന്നെ മാധ്യമങ്ങളെ വരുതിയിലാക്കുന്നത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപനമില്ലാതെ തന്നെ ഭരണകൂടത്തെ വിമർശിക്കുന്ന ആളുകളെ നിശബ്ദരാക്കുന്നത്, അവരെ ജയിലിലടയ്ക്കുന്നത്, എങ്ങനെയാണ് രാജ്യത്ത് സ്റ്റാൻ സ്വാമിമാരുണ്ടാകുന്നത് ഈ കാലത്തിനിടയിൽ എന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തുകൂടി ഇരുന്നുകൊണ്ടാണ് നമ്മൾ 50 വർഷം മുമ്പത്തെ അടിയന്തരാവസ്ഥയെ ഓർക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്തെ ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റുകളിൽ ഒരാളായ AJ ഫിലിപ്പാണ്. അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിരുന്ന ആളുമാണ്. സ്വാഗതം ഈ എപ്പിസോഡിലേക്ക്. ഞാൻ ആദ്യം ചോദിക്കുന്നത് വളരെ പേഴ്സണലായിട്ടുള്ള ഓർമ്മയാണ് അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച്. അന്ന് ഡൽഹിയിലായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെ അറിഞ്ഞു, എന്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഒരു ഫീൽ, എങ്ങനെയാണ് ഈ പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്തപ്പെട്ടത് അല്ലെങ്കിൽ റദ്ദാക്കപ്പെട്ടത്, മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യം റദ്ദാക്കപ്പെട്ടത്, ഇതൊക്കെ എങ്ങനെയാണ് വ്യക്തിപരമായി മനസ്സിലാക്കിയതും അനുഭവിച്ചതും? ഞാൻ പത്രപ്രവർത്തനം ഡൽഹിയിൽ തുടങ്ങുന്നത് 1973 ഡിസംബറിലാണ്. ഈ ദിവസം, അതായത് 25 ജൂൺ 1975 കാലത്ത് പത്രം വന്ന് വീണപ്പോഴാണ് ഞാൻ ഉണർന്ന് നോക്കിയപ്പോൾ, സാധാരണ ഞങ്ങളുടെ വീട്ടിൽ അന്ന് ഞാനും വേറെ 2 ജേർണലിസ്റ്റും കൂടിയാണ് താമസിക്കുന്നത്. ഞങ്ങൾ 3-4 പത്രം വരുത്തുന്നുണ്ട്. പക്ഷേ ആ പത്രങ്ങളൊന്നും വന്നില്ല. വരാത്ത ഒരു പത്രം വന്നത് പേട്രിയറ്റ് എന്ന പത്രമാണ്. പേട്രിയറ്റ് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കി പത്രങ്ങളൊന്നും വന്നില്ല. ഈ പത്രം വന്നു. അത് ഞാൻ എടുത്തു നോക്കിയപ്പോഴാണ് രാജ്യത്ത് എമർജൻസി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും ഒക്കെ അതിനകത്ത് വളരെ ലീഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അപ്പോൾ എനിക്ക് തോന്നി, ഞങ്ങൾക്ക് എന്താണ് ഈ സെൻസർഷിപ്പ് വന്നു എന്ന് പറഞ്ഞു. ആ പേപ്പറിലുണ്ടായിരുന്നു. പക്ഷെ എന്താണ് സെൻസർഷിപ്പ്, എങ്ങനെയായിരിക്കും, ഇതിനെക്കുറിച്ചൊന്നും അതിനകത്ത് അറിയാൻ പറ്റിയില്ല. പെട്ടെന്ന് ഞങ്ങൾ ചെയ്ത് എൻ്റെ ആഗ്രഹം, എങ്ങനെയെങ്കിലും ഓഫീസിലെത്തിയാൽ കൂടുതൽ വാർത്തകൾ കിട്ടുമല്ലോ എന്നുള്ള എന്നുള്ള ആഗ്രഹത്തോടെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ച് നേരെ ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ചെന്നപ്പോൾ 10 മണിയായപ്പോഴേക്കും നേരത്തെ തന്നെ ഞങ്ങളുടെ എഡിറ്റേഴ്സ് OP സബർവാള്, പിന്നെ ഞങ്ങളുടെ ഒരു സുഹൃത്തായിരുന്ന നരേന്ദ്ര ശർമ്മ, അദ്ദേഹം നമ്പർ 2 ആയിരുന്നു, ഇവരെല്ലാവരും അന്ന് ഓഫീസിൽ വന്നിരിപ്പുണ്ട്. ആർക്കും ഒന്നും അറിയത്തില്ല എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അന്ന് വാർത്ത കിട്ടുന്നത് റേഡിയോയിലാണ്. റേഡിയോയിൽ കൂടെ കേൾക്കുന്നുണ്ട്, വാർത്ത കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് അറിയുന്നത് എമർജൻസി വന്നു, ഇതൊക്കെ വന്നു. ഇനി നമ്മുടെ
ഫണ്ടമെന്റൽ റൈറ്റ്സുകളൊക്കെ നിർത്തലാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിന്റെ സിറ്റുവേഷൻ എന്നൊന്നും അറിയത്തില്ല. പിന്നീട് ക്രമേണ കുറേ സമയം കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞു, അതായത് രാജ്യമൊട്ടാകെ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയും ഇതിൽ വന്നു. അത് പ്രകാരം അതായത് മൊറാർജി ദേശായിയെ പോലുള്ള നേതാക്കളെ, സമുന്നതരായ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയും വന്നു. അങ്ങനെയാണ് ഈ വാർത്ത അറിയുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്ന നരേന്ദ്ര ശർമ്മ, അദ്ദേഹം ഞങ്ങളുടെ എഡിറ്റോറിയൽ കോൺഫറൻസ് രാവിലെ ഒരു കോൺഫറൻസ് മീറ്റിംഗ് നടക്കാറുണ്ട്. ആ മീറ്റിങ്ങിൽ പറഞ്ഞു, ഞാൻ ഇന്ന് എന്തായാലും വർക്ക് ചെയ്യത്തില്ല, ഞാൻ എഴുതുന്നില്ല, പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ എഴുതുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനന്ന് ജോയിൻ ചെയ്തിട്ട് 1 വർഷമായിട്ടുള്ളൂ. എനിക്ക് അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാനായിട്ടുള്ള കഴിവോ അല്ലെങ്കിൽ നേതൃപാടവോ ഒന്നും അന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും എഡിറ്റർ, അതായത് OP സബർവാൾ, അദ്ദേഹം പറഞ്ഞു PIB വരെ പോയി സിറ്റുവേഷൻ ഒക്കെ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം PIB, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് പോയി. അവിടെ നിന്നും അദ്ദേഹം വന്നപ്പോൾ ആണ് പറഞ്ഞത്, എല്ലാ റിപ്പോർട്ടും നമ്മൾ PIB കൊണ്ടുപോയി സെൻസേർഡ് ചെയ്തു എന്നുള്ള വാർത്ത അവർ സീലടിപ്പിക്കണം, എങ്കിൽ മാത്രമേ പ്രസിദ്ധീകരിക്കാൻ പറ്റൂ എന്ന്. അപ്പോൾ OP സാബും തീരുമാനിച്ചു, എഴുതാനൊന്നുമില്ല, രാഷ്ട്രീയം എന്തെഴുതാനാണ്, അപ്പൊ ഞങ്ങളൊരു ഫീച്ചർ ഏജൻസിയാണ്, അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ പെട്ടെന്നുള്ള ന്യൂസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ സൈക്ലോസ്റ്റൈൽ ചെയ്ത് വാർത്ത ഓഫീസുകളിൽ, ഡൽഹിയിലുള്ള ഓഫീസുകളിൽ അന്ന് തന്നെ എത്തിക്കും, അല്ലാത്ത സ്ഥലങ്ങളിൽ ബൈ പോസ്റ്റ് ആണ് അയക്കുന്നത്. അപ്പോൾ സ്പോട്ട് ന്യൂസ് ഞങ്ങൾ കവർ ചെയ്യില്ല. എങ്കിൽ തന്നെയും OP സബർവാൾ പറഞ്ഞു, അവസാനം പക്ഷേ അന്ന് ബുള്ളറ്റിൻ ഇറക്കണോ വേണ്ട എന്നുള്ളത് ഞങ്ങളുടെ ഇടയിൽ ഒരു ചിന്തയുണ്ടായി. അന്നത്തെ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന ശ്രീ നഖിൽ ചക്രവർത്തി അന്ന് ഓഫീസിൽ വരികയും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞു. എന്തായാലും ഒരു ബുള്ളറ്റിൻ ഇറക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ OP സബർവാൾ സാധാരണ എഴുതുന്നത് ന്യൂക്ലിയർ വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം ന്യൂക്ലിയർ സംബന്ധമായ എന്തോ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അന്ന് ഞാൻ വിൻഡോ ഓൺ ലാറ്റിൻ അമേരിക്ക എന്നൊരു കോളം എഴുതുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു പഴയ കോളം പബ്ലിഷ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അത് അദ്ദേഹം എഡിറ്റ് ചെയ്ത് അതും ഈ അദ്ദേഹം എഴുതിയ ന്യൂക്ലിയർ സംബന്ധമായ ഒരു റിപ്പോർട്ടും, ഈ രണ്ടും ഞാൻ എഴുതിയ ആർട്ടിക്കിൾ, അതായത് വിൻഡോ ഓൺ ലാറ്റിൻ അമേരിക്ക, ഏതോ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെക്കുറിച്ച് അന്ന് ഞാൻ എഴുതിയതാണ്. ഇത് രണ്ടും കൂടി OP സബർവാൾ നേരെ PIB ഓഫീസിലേക്ക് കൊണ്ടുപോയി. 5 മണിയായപ്പോഴേക്കും 4:30-5 മണിയായപ്പോഴേക്കും അദ്ദേഹം ഇത് സെൻസേർഡ് എന്നുള്ള സീലടിച്ച് ഇത് കൊണ്ടുവരികയും ഞങ്ങളത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതാണ് അന്നത്തെ എൻ്റെ ഓർമ്മയിൽ വരുന്നത്. മറ്റു വളരെ രസകരമായൊരു കാര്യം, ഏകദേശം 5-5:30 ഞങ്ങൾ ഓഫീസിൽ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ PIBയുടെ ചീഫായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി, അദ്ദേഹവും അദ്ദേഹത്തിന്റെ സ്റ്റാഫും കൂടെ ഒരു കാറിൽ ഞങ്ങളുടെ ഓഫീസിൽ വരികയും ഞങ്ങളുടെ എഡിറ്ററെ കാണുകയും എഡിറ്ററോട് ഒത്തിരി പ്രഷർ ചെയ്തു. അതായത് അന്ന് വൈകിട്ടത്തെ, അതായത് 9:15 PM ബുള്ളറ്റിൻ എന്ന ഓൾ ഇന്ത്യ റേഡിയോയുടെ ഒരു പ്രോഗ്രാം ഉണ്ടത് 9:15 ആ ബുള്ളറ്റിൻ അദ്ദേഹം എഴുതണം. അതായത് ഒരു ലേഖനമാണ്, അത് ഏതാണ്ട് 900 വാക്ക് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, ആദ്യമൊക്കെ അതിൽ നിന്ന് വിമുഖത കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾ വേറെ ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല, താങ്കളെ മാത്രമേ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് OP സബർവാളിന്റെ അടുത്ത് പ്രഷർ ചെലുത്തി. കുറെ കഴിഞ്ഞപ്പോൾ OP സബർവാൾ, നിഖിൽ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ബോസാണ്, അദ്ദേഹത്തെ ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നിഖിൽ ചക്രവർത്തി പറഞ്ഞു, താങ്കളുടെ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞു. എന്തായാലും പ്രഷർ കൂടുതൽ ആയതോടുകൂടി OP സബർവാൾ ഇതിനെക്കുറിച്ച്, എമർജൻസിയെ കുറിച്ച് ഒരു ലേഖനം എഴുതാൻ തുടങ്ങി. അത് എഴുതി ഏതാനും ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ അത് കീറിയെടുത്തുകൊണ്ട് PIBയിലേക്ക് കൊണ്ടുപോകും. PIBയിൽ അവിടെ എല്ലാം ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഓരോരോ പാരഗ്രാഫ് എഴുതുമ്പോൾ കാറ് ഇങ്ങനെ PIBയിലേക്ക്, ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് PIB ഒരു 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, ഇങ്ങനെ പൊക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഏകദേശം 7 മണിയായപ്പോൾ ഈ ലേഖനം, 7:30 ആയപ്പോൾ ലേഖനം തീർന്നു. അപ്പൊ ഞാനും ഒന്ന് അവിടെ ഓഫീസിലുണ്ട്. ഇത് തീർന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് ലാസ്റ്റിലെ ഫൈനൽ ഒരു കോപ്പി കൊണ്ടുവന്നു. അത് OP സബർവാൾ അത് ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇത് കൊടുക്കുകയും അത് അന്ന് 9:15 സ്പോട്ട് ലൈറ്റ് എന്ന പേരിൽ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റേഡിയോ പ്രസിദ്ധീകരിച്ചു. പക്ഷെ അത് നിർഭാഗ്യവശാൽ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇത് ഇന്ത്യ ഗവൺമെന്റ് എല്ലാ ഭാഷകളിലേക്കും തർജ്ജിമ ചെയ്യുകയും ഓൾ ഇന്ത്യ റേഡിയോയുടെ എല്ലാ സ്റ്റേഷനുകളിലും, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഉറുദു എല്ലാം എന്ന് തന്നെയല്ല, ഓൾ ഇന്ത്യ റേഡിയോയുടെ എക്സ്റ്റേണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡിവിഷൻ ഉണ്ട്, അവിടെ എല്ലാവിധ വിദേശ ലാംഗ്വേജുകളിലും ഈ ആർട്ടിക്കിൾ
പ്രസിദ്ധീകരിച്ചു പിറ്റേ ദിവസം രാവിലെ ഓഫീസ് അപ്രൂവൽ ഓഫീസിൽ വന്നപ്പോൾ മറ്റ് പത്രപ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ ഷെയിം എന്ന് പറയുകയും അദ്ദേഹത്തിന് വളരെ വിഷമം ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം ഈ പ്രഷറിലാണ് എഴുതിയത്. അന്ന് അദ്ദേഹത്തിന് കിട്ടിയത് വെറും 75 റുപ്പിയാണ്. 75 രൂപ. പക്ഷേ ഓഫീസ് അപർവാളിനോട് പറയാതിരുന്നൊരു കാര്യമുണ്ട്. അന്ന് അവർ രാവിലെ ഈ PIBയിലെ സീനിയർ ഉദ്യോഗസ്ഥൻ ഡിപ്പന്ന അദ്ദേഹം ഇന്ത്യയിലെ ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഹിന്ദുസ്ഥാൻ ടൈംസ്, സ്റ്റേറ്റ്സ്മാൻ എന്നീ പത്രങ്ങളുടെ എല്ലാ എഡിറ്റേഴ്സിനെ പോയി കണ്ട് അവരെല്ലാം നിരസിച്ച ഒരു ജോലിയാണ് എൻ്റെ എഡിറ്റർക്ക് ചെയ്യേണ്ടി വന്നത്. അത് അദ്ദേഹത്തിന് ഭയങ്കര തീരാ ദുഃഖം. കുറച്ചാളം നില വളരെ കാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാര്യം ഇത് അദ്ദേഹം വളരെ എഴുതിപ്പോയി, പ്രഷർ കൊണ്ട് എഴുതിയപ്പോൾ ഓഫ് കോഴ്സ് ഇത് ഗവൺമെന്റിന് അനുകൂലമായിട്ടാണ് അദ്ദേഹം എഴുതിയതെന്നുള്ളത് മറ്റൊരു വസ്തുത. അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഈ എമർജൻസി ഇന്ത്യയിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരും, ഇന്ത്യക്ക് ഡിസിപ്ലിൻ ആവശ്യമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ആർട്ടിക്കിൾ എഴുതിയത്. എന്തായാലും ഈ ആർട്ടിക്കിൾ കേട്ടിട്ട് ഈ ലേഖനം ഈ ബുള്ളറ്റിൻ സ്പോട്ട്ലൈറ്റ് റേഡിയോയിൽ കേട്ടിട്ട് എൻ്റെ നാട്ടിലുള്ള ഒരു റിലേറ്റീവ് എന്നെ പിറ്റേ ദിവസം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ ഫിലിപ്പ്, നിങ്ങളുടെ എഡിറ്റർ എഴുതിയ ലേഖനം ഞങ്ങൾ ഇന്നലെ റേഡിയോയിൽ കൂടെ കേട്ടു എന്ന് പറഞ്ഞു. അതിൻ്റെ മില്യൺസ് ഓഫ് കോപ്പീസ് ആണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ തർജ്ജമ ചെയ്ത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നറിയത്തില്ല. എന്തായാലും ഇന്ത്യ ഒട്ടുക്ക് അത് തർജ്ജമ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ എല്ലാ എംബസികളിലും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഇതാണ് എനിക്ക് എൻ്റെ ഓർമ്മ വരുന്നത്. അന്ന് വൈകിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഈ ടെൻഷനൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ 3 പേര് കൂടി തീരുമാനിച്ചൊരു സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോകാം. അന്ന് ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന ആർക്കപ്പുരമാണ്. അതിന് തൊട്ടടുത്താണ് വസന്ത വിഹാറിൽ പ്രിയ എന്നൊരു തിയേറ്റർ ഉണ്ട്. അവിടെ നിന്ന് മിലി എന്ന സിനിമ, അശോക് കുമാർ അഭിനയിച്ച മിലി എന്ന സിനിമയാണ്. ഇത് കണ്ടിട്ട് ഞങ്ങൾ രാത്രി 1 മണി 1:30 ആയപ്പോൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് നടന്നു വരുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളെ തടഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ എമർജൻസി ഡിക്ലെയർ ചെയ്തു? ഞാൻ പറഞ്ഞു അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ രാത്രിയിൽ ഇങ്ങനെ എവിടെ പോയിരിക്കായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം സിവിൽ യൂണിഫോമിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ എന്ത് അവകാശത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നത്? അവിടെ പറഞ്ഞു, ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ പറഞ്ഞു, ആരെങ്കിലും ആയിക്കോട്ടെ, താങ്കൾ ആരാ? ഞങ്ങൾ എവിടെ പോയത്? ഞങ്ങൾ സിനിമയ്ക്ക് പോയതാണ്, പക്ഷെ താങ്കൾക്ക് ചോദിക്കാൻ എന്താ അവകാശം? ഉടനെയാണ് അദ്ദേഹം പറഞ്ഞത്, എമർജൻസി ആയി, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഞാൻ IBയുടെ ആളാണ്, നിങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് തോന്നി സിറ്റുവേഷൻ മോശമാണെന്ന്. ഞങ്ങൾ അവിടുന്ന് 4 പേരും, ഞങ്ങൾ 3 പേരും കൂടി അവിടുന്ന് ഓടിപ്പോയി ഞങ്ങളുടെ റൂമിൽ കയറി. അദ്ദേഹം ആണെങ്കിൽ കള്ളു കുടിച്ച് ബോധം കെട്ടി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതായിരുന്നു അന്ന്. അദ്ദേഹത്തിൽ നിന്ന് ഓടി ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ റൂമിൽ വന്ന് ഞങ്ങൾ കഥ കടച്ച് കിടന്നുറങ്ങുകയും ചെയ്തു. ഇതാണ് ആ ജനുവരി, അതായത് ജൂൺ 25, 1975 എന്നെ സംബന്ധിച്ചിടത്തോളം നടന്ന സംഭവങ്ങൾ. റൈറ്റ്. ഈ വരുന്ന പിന്നീടുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ആഘാതം, ഇപ്പോൾ ഡൽഹിയിലാവുമ്പോൾ പല നിലയ്ക്ക് ഇതിൻ്റെ ആഘാതം മനസ്സിലാവില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളൊക്കെ കൂട്ടത്തോടെ അറസ്റ്റിലാവുന്നതുണ്ട്. പിന്നെ ഈ ഭരണപരിഷ്കാരങ്ങൾ എന്നുള്ള നിലയിൽ പലതരത്തിൽ നിർബന്ധിത വന്ധ്യീകരണം നഗര സൗന്ദര്യവൽക്കരണം, ഈ നടപടികളിലൊക്കെ വൈകാതെ കിടക്കുന്നുണ്ടല്ലോ. അതുപോലെ ഈ നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറയുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ഇങ്ങനെ പല നടപടികൾ പിന്നീട് തുടർച്ചയായിട്ട് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ പിന്നീടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഫീൽ ചെയ്തിരുന്നത്? അത് ഏതൊക്കെ വിധത്തിലാണ് ഈ മനുഷ്യന്മാരെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ തോന്നിത്തുടങ്ങിയത്? ഉദാഹരണത്തിന് ഞങ്ങളുടെ ഈ സെൻസർഷിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. സെൻസർഷിപ്പ് ആക്ച്വലി 3-4 ദിവസമേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പത്രക്കാരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ തന്നെ സ്വയം സെൻസർ ചെയ്യൂ, അവിടെ കൊണ്ട് കാണിക്കേണ്ട, നിങ്ങൾ തന്നെ സ്വയം സെൻസർ ചെയ്യൂ. അതും പ്രയോജനമുള്ള കാര്യം. പത്രക്കാർക്ക് പേടിയാണ്. അപ്പോൾ അത് എഴുതാതായി. പക്ഷെ അന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമായിരുന്നു പേട്രിയറ്റിന്റെ എഡിറ്റർ എടത്തിട്ട നാരായണൻ എന്ന മലയാളിയാണ്. അദ്ദേഹം ഈ എമർജൻസിയുടെ 21 മാസവും അദ്ദേഹം സഞ്ജയ് ഗാന്ധിയുടെ പേര് ആ പത്രത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം എഴുതിയില്ല. എന്ന് തന്നെയല്ല, അപ്പോൾ സഞ്ജയ് ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് റിപ്പോർട്ടിംഗ്, എന്ത് സംഭവം നടന്നാലും അതിനെല്ലാം അദ്ദേഹം സഞ്ജയ് ഗാന്ധിക്ക് പകരം എഴുതിയിരുന്നത് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി എന്ന വാക്കാണ് അദ്ദേഹം പത്രത്തിൽ ഈ 21 മാസം. ഇന്ത്യയിലെ ഒരൊറ്റ പത്രം പോലും അങ്ങനെ ചെയ്തില്ല. പക്ഷേ ഈ മലയാളിയായ എടത്തിട്ട നാരായണൻ അദ്ദേഹത്തിന്റെ പേട്രിയറ്റ് എന്ന പത്രത്തിൽ സഞ്ജയ് ഗാന്ധി ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയ വില്ലൻ. അദ്ദേഹത്തെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ പേര് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചില്ല. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പോലും പത്രത്തിൽ പ്രസിദ്ധീകരിച്ചില്ല. എന്ന് തന്നെയല്ല, അദ്ദേഹത്തിന്റെ പേരിന് പകരം എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി എന്ന് എഴുതാൻ തുടങ്ങി.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഈ ഈ സെൻസർഷിപ്പിന്റെ ശക്തിയൊക്കെ കുറഞ്ഞു. പത്രക്കാർക്ക്, എഡിറ്റേഴ്സിനൊക്കെ തന്നെ സ്വാതന്ത്ര്യം കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാമെന്ന്. അങ്ങനെ അങ്ങനെ സെൻസർഷിപ്പിന്റെ ആഘാതം കുറഞ്ഞു. അതായത് ആൾക്കാർക്ക് ഈ റിപ്പോർട്ടും കൊണ്ട് PIB പോയി അവരുടെ സീലൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ എഴുതാം. പക്ഷെങ്കിൽ എന്തെങ്കിലും എഴുതി തകരാറുണ്ട് എങ്കിൽ നമ്മളെ പോലീസ് പിടിക്കും എന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ. അങ്ങനെ നടക്കുന്ന ഈ അവസരത്തിൽ ഓഫ് കോഴ്സ് അന്ന് ഡൽഹിയിലെ വണ്ടികൾ, DTC ബസ്സുകളെല്ലാം കറക്റ്റ് ടൈം ഓടാൻ തുടങ്ങി, ട്രെയിനുകളൊക്കെ സമയത്ത് ഓടാൻ തുടങ്ങി. ഓഫീസുകളിലൊക്കെ ഓഫീസ് ആഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. 9:30ക്കാണ് ഓഫീസ് തുടങ്ങുന്നതെങ്കിൽ 9:30ക്ക് 2 മിനിറ്റ് മുമ്പ് തന്നെ ഓഫീസിൽ എല്ലാവരും എത്തിയിരിക്കണം. 9:30 കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് ലേറ്റ് ആയി പോയാൽ അവർക്ക് പണിഷ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരെ തിരിച്ചയക്കും. ഈ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവം പറയാം. അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ഞാൻ ഓഫീസിൽ നിന്നൊരു 10 രൂപ കടമെടുത്തു. കടം വാങ്ങിച്ച് എൻ്റെ സാലറിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് 10 രൂപ വാങ്ങിച്ച് വൈകിട്ട് ഓഫീസ് ബസ്സിൽ, DTC ബസ്സിൽ ഞാൻ കയറി. RK പുരത്തേക്കാണ് പോകേണ്ടത്. 30 പൈസയാണ് അന്നത്തെ എൻ്റെ ടിക്കറ്റ്. അപ്പോൾ ഈ ടിക്കറ്റ് 30 പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ചപ്പോൾ തിരിച്ച് 9 രൂപ 70 പൈസ തിരിച്ചെൻ്റെ കയ്യിൽ തന്നത് എൻ്റെ പോക്കറ്റിലുണ്ട്. പക്ഷെ ഞാൻ RK പുരത്ത് അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ, സിഗ്നലിൻ്റെ അവിടെ വന്നപ്പോൾ, തൊട്ട് മുമ്പിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ വന്ന സിഗ്നലിൽ നിന്ന് ഞാൻ, വണ്ടി സ്റ്റോപ്പായി കിടക്കാണ്, സിഗ്നലിലാണ്, റെഡ് ലൈറ്റ് ആയില്ല. ഞാൻ ഇറങ്ങി, വെളിയിലോട്ട് ഇറങ്ങി. ഞാൻ തന്നെയല്ല 3-4 പേരും ഇറങ്ങിയപ്പോൾ അവിടെ പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാരൻ എന്നെ പിടിച്ചിട്ട് അവര് ശിക്ഷിച്ചത് നിറ 10 രൂപ. 10 രൂപ എൻ്റെ കയ്യിലില്ല. 10 രൂപയ്ക്ക് വരെ എൻ്റെ കയ്യിൽ 9 രൂപ 70 പൈസയേ ഉള്ളൂ. അപ്പോൾ എനിക്കത് കൊടുത്തിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്തില്ല. അവരെന്നെ പിടിച്ച് വണ്ടിയിലിട്ടു. അവരുടെ ബസ്സിലിട്ട്, പോലീസുകാർ ഉള്ള വണ്ടിയാണ്. ഈ വണ്ടി അങ്ങ് യാത്ര ആരംഭിച്ചു. രാത്രിയായി വണ്ടി ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ല. ഞാൻ ഈ പോലീസുകാരനോട് പറഞ്ഞു, ഞാൻ ഈ 9 രൂപ 70 പൈസ കൊണ്ട് ബാക്കി നിങ്ങൾ 30 പൈസ പിന്നീട് തരാമെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഉടനെ പറഞ്ഞല്ലോ, നിങ്ങളുടെ വാച്ച് എന്നാ കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ പഴയ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉപയോഗിച്ച ഒരു വാച്ച്, ഫേവർ ലുബായുടെ വാച്ച് എൻ്റെ കയ്യിലുണ്ട്. 30 പൈസയ്ക്ക് വേണ്ടി അത്രയും വിലയുള്ള ഒരു വാച്ച് എങ്ങനെ ഞാൻ കൊടുക്കുന്നു? അപ്പൊ ഞാൻ മനസ്സിൽ തന്നെ വിചാരിച്ചു, എന്തായാലും വന്നു, ജയിലിൽ പോകാൻ ജയിലിൽ പോകട്ടെ, ജയിലിൽ പോകാം എന്നുള്ള ഒരു ധാരണയിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോയി. ഏകദേശം 10-20 കിലോമീറ്റർ. എവിടെയാണ് ഈ വണ്ടി പോകുന്നതെന്ന് അറിയത്തില്ല. ഈ വണ്ടിയിൽ എന്നെ പോലെ പലരും ഉണ്ട്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ, ഒരു വിജനമായ ഒരു സ്ഥലത്ത്, റിംഗ് റോഡിൽ എവിടെയോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി നിർത്തി. കണ്ടക്ടർ ബെല്ലടിച്ചു, വണ്ടി നിർത്തി. അപ്പോൾ കണ്ടക്ടറല്ല, പോലീസുകാർ ബെല്ലടിച്ചപ്പോൾ ഈ പോലീസ് വണ്ടി നിർത്തി എന്നോട് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞോടനെ എൻ്റെ ഇനി 9 രൂപ 70 പൈസ അങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് അയാളെ ഇറക്കി വിട്ടു. ഇറങ്ങാൻ നേരത്ത് അയാൾ എൻ്റെ ചന്തിക്ക് ഒരു കൈ കൊണ്ട് ഒരു ആഞ്ഞടിയും അടിച്ചു. ഞാൻ അടിയും കൊണ്ട് ഞാൻ താഴെ ഇറങ്ങി തിരിച്ച് എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ആളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. പക്ഷെ അപ്പോഴേക്കും വണ്ടി വിട്ട് അയാൾ പോയി. പിന്നീട് അവിടെ നിന്ന് എനിക്ക് ഏകദേശം 2-3 മണിക്കൂർ ആ രാത്രിയിൽ നടന്ന്, എനിക്ക് ശരിയായിട്ട് വഴി പോലും അറിയത്ത ആൾക്കാരോടൊക്കെ ചോദിച്ച് ഒരു വിധത്തിൽ എൻ്റെ വീട്ടില് എൻ്റെ റൂമിലെത്തിയപ്പോൾ രാത്രി 12-1 മണിയായി. ഇതാണ് എമർജൻസിയിൽ എനിക്ക് പേഴ്സണലായിട്ട് പറ്റിയ ഒരനുഭവം. റൈറ്റ്. ഈ പുറത്ത് ഈ പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇതൊക്കെ അക്കാലത്ത് വന്നിരുന്നു. ഇപ്പോൾ ഈ തുർക്ക്മാൻ ഗേറ്റ് ആ കാലത്തെ ഒരു മോണ്യുമെൻ്റൽ അട്രോസിറ്റി ആണെന്ന് നമുക്ക് പറയാം. ഡൽഹിയിൽ നടന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ അന്ന് അറിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഇത് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ മാത്രമായിരുന്നു. അത് പല കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ ഡൽഹിയിൽ നടന്ന ഈ തുർക്ക്മാൻ ഗേറ്റിൽ നടന്ന ആ ഭീകരതയെക്കുറിച്ചൊന്നും എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ഡൽഹിയിലെ പത്രപ്രവർത്തനാണ്. എങ്കിൽ പോലും പിന്നീടാണ് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നീടാണ് അറിയുന്നത്. അന്ന് നടക്കുമ്പോൾ ഇതൊന്നും അറിയുന്നില്ല. കാര്യം പത്രങ്ങളൊന്നും അല്ലെങ്കിൽ മാസികകളൊന്നും ഇത് കാര്യമായിട്ട് അന്ന് റിപ്പോർട്ട് ചെയ്തില്ല. പിന്നീടാണ് അത് മനസ്സിലാക്കുന്നത്. അവിടെ ഭയങ്കര ധ്വംസനങ്ങളൊക്കെ നടന്നു. വീടുകളൊക്കെ ധാരാളം ഒരു ചെറിയ പ്രദേശമായിരുന്നു, അത് മൊത്തം അടിച്ചു നികർത്തി അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പിന്നീടാണ് അറിയുന്നത്. അതുപോലെ തന്നെ രാജ്യത്ത് എമ്പാടും ഈ സെൻസർഷിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സെൽഫ് സെൻസർഷിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് പത്രങ്ങളിലൊന്നും ഗവൺമെന്റിനെതിരായ വാർത്തകളൊന്നും വന്നിരുന്നില്ല. എല്ലാം ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള വാർത്തകളാണ് വന്നത്. അതായത് വണ്ടി കറക്റ്റായി ഓടുന്നു, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തുന്നു, കാര്യം രാജ്യം നല്ല ദിശയിലേക്ക് തിരിച്ചെത്തി, അരാജകത്വം തീർന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് അന്ന് വന്നിരുന്നത്. അതുകൊണ്ട് ഞാനൊരു ഡൽഹിയിൽ ഒരു ജേർണലിസ്റ്റ് ആണെങ്കിലും ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും കാര്യമായ വിവരം അന്ന് എനിക്കും ഇല്ലായിരുന്നു. റൈറ്റ്. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിന് ശേഷം ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നൊരു ഘട്ടത്തിൽ ഈ അന്നത്തെ ജേർണലിസ്റ്റ് കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്ന ഒരു സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു. സെൻസർഷിപ്പ് പിൻവലിച്ചതിന് ശേഷവും സ്വയം സെൻസർഷിപ്പിൽ ജീവിച്ച മാധ്യമങ്ങളാണ് ഭൂരിഭാഗവും. അതിന് റീസണുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എതിർത്ത് എഴുതിയാൽ അറസ്റ്റിലാവും, എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു ധാരണയില്ല. ഇത് എത്ര കാലം ഈ അടിയന്തരാവസ്ഥ നിലനിൽക്കും എന്നറിയില്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ് ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങിയൊരു ഘട്ടത്തിൽ ഈ ജേർണലിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നൊരു ഒരു ഒരു ആശയവിനിമയം എന്തായിരുന്നു? അത് അത്തരം ആശയവിനിമയങ്ങളിലൊക്കെ ഭാഗവാക്കായിരുന്നു. അന്ന് രണ്ട് തരത്തിലുള്ള ജേർണലിസ്റ്റുകളുണ്ട്. അതായത് ഈ എമർജൻസി അനുകൂലിച്ച് അതിന്റെ ബെനിഫിറ്റ് എടുത്ത ആൾക്കാരും ഉണ്ട്. ഇല്ലെന്നൊന്നും പറയാനൊക്കത്തില്ല. കാര്യം അന്ന് നമ്മുടെ നേരത്തെ ഇവിടെ നാല് ന്യൂസ് ഏജൻസികളുണ്ടായിരുന്നു. PTI, UNI, പിന്നെ ഹിന്ദുസ്ഥാൻ സമാചാർ ഭാരതി. ഇത് നാലും കൂടി യോജിപ്പിച്ച് സമാചാർ എന്നൊരു ഏജൻസി ഉണ്ടാക്കുകയും അന്ന് സമാചാറിൽ ചിലരൊക്കെ അതിൻ്റെ നേതൃസ്ഥാനത്ത് വന്നു. അന്ന് ഞാൻ ജോലി ചെയ്യുന്ന അന്നൊരു പത്രത്തിൽ, വേറൊരു പത്രത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അന്ന് എൻ്റെ എഡിറ്റർ അദ്ദേഹം ഈ സമാചാറിൻ്റെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ ആവുകയും അദ്ദേഹം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനും തുടങ്ങി. അദ്ദേഹം യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എഡിറ്റോറിയൽ എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ നമ്പർ 2 ഞങ്ങളുടെ ഓഫീസിൽ ഒരാളുണ്ട്, യശ്വന്ത് ദർഗരെ എന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്, നല്ലതുപോലെ എഴുതാൻ കഴിവുള്ളതാണ്. പക്ഷെ അദ്ദേഹം ഒരു RSS ചായ്വുള്ള, അല്ലെങ്കിൽ ഒരു അന്നത്തെ ജനസംഘത്തിന്റെ ചായ്വുള്ള ഒരു എഴുത്തുകാരനാണ്. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ എഡിറ്റർ അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിച്ചില്ല, അതിന് പകരം എന്നെ കൊണ്ട് എഴുതിപ്പിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തന്ന ഒരു ഇതാണ്, അദ്ദേഹം യാത്ര പോകുമ്പോൾ രാഷ്ട്രീയം ഒഴിച്ച് എന്ത് വിഷയത്തെക്കുറിച്ചും എനിക്ക് എഴുതാം. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചൊന്നും എഴുതരുത്, രാഷ്ട്രീയം എഴുതരുത്, ബാക്കി എന്തെങ്കിലും എഴുതാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ പല ദിവസങ്ങളിലും ഞാൻ മറ്റ് പല വിഷയങ്ങളെക്കുറിച്ച് ധാരാളം എഡിറ്റോറിയൽ ആ സമയത്ത് എഴുതാൻ കഴിഞ്ഞു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു നിർണായകമായ ഒരു ചുവടുവെപ്പായിട്ട് വന്നത്. കാരണം ഞാനൊരു എഡിറ്റോറിയൽ റൈറ്ററായിട്ട് അങ്ങനെയാണ് മാറുന്നത്. പിന്നെ ചില പത്രങ്ങളിലൊക്കെ ഈ എമർജൻസിക്ക് എതിരായ ഒരു നിലപാടെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, പേട്രിയറ്റ് അങ്ങനെ ഒരു നിലപാടെടുത്തു. പക്ഷെ പേട്രിയറ്റ് എമർജൻസിക്ക് എതിരാണോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എമർജൻസി ആ പത്രം സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്യാതിരുന്നത് സഞ്ജയ് ഗാന്ധിയെ മാത്രമാണ്. പക്ഷെ മറ്റ് പല പത്രങ്ങളിലും വിമർശനാത്മകമായ റിപ്പോർട്ടുകൾ ഒക്കെ ഇങ്ങനെ അത് ഒളിപ്പിച്ച രീതിയിൽ വാർത്തകളൊക്കെ വരുമായിരുന്നു. അല്ലാതെ വ്യക്തമായിട്ട് ആർക്കും അന്ന് എഴുതാൻ തൻ്റെ ഇടം ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അന്ന് നേരത്തെ ഈ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് എവരിമാൻ എന്നൊരു മാസിക ഉണ്ടായിരുന്നു. എവരിമാൻ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നൊരു പത്രമാണ്. അത് പൂട്ടേണ്ടി വന്നു. അങ്ങനെ പല പത്രങ്ങൾക്കും അന്ന് പൂട്ടേണ്ട ഒരു അവസ്ഥയും ഉണ്ടായി. അതുകൊണ്ട് ജേർണലിസ്റ്റുകൾ എല്ലാവരും ഇതിനെതിരായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അതും അന്ന് മുതലെടുത്ത, അതിന്റെ അഡ്വാൻറ്റേജ് എടുത്ത ജേർണലിസ്റ്റുകളുണ്ട്. അതല്ലാത്ത മൗനമായിട്ട് ഇതിനെ പ്രതിഷേധിച്ചവരുമുണ്ട്. പക്ഷെ മറ്റൊരു വസ്തുത നമ്മളിപ്പോഴും പറയാത്തൊരു കാര്യമുണ്ട്. ഈ എമർജൻസിക്ക് ഇന്ത്യയിൽ ഒരു നല്ല വിഭാഗം ജനങ്ങളിൽ ഒരു ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. 1977 ഇലക്ഷൻ നടന്നപ്പോൾ ആ ഇലക്ഷനിൽ സൗത്ത് ഇന്ത്യ ഇൻക്ലൂഡിങ് കേരളം കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു ഭൂരിപക്ഷമാണ് ലഭിച്ചത്. നോർത്ത് ഇന്ത്യയിലാണ് ഈ എമർജൻസിക്ക് എതിരായിട്ട് ഒരു വികാരം ഉണ്ടായിരുന്നു. അത് ജനതാ പാർട്ടിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടി. പക്ഷെ സൗത്ത് ഇന്ത്യ കോൺഗ്രസ് അന്ന് സ്വീപ്പ് ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മറക്കരുത്. അതിന്റെ ഒരു പ്രധാന കാരണം അന്ന് നോർത്ത് ഇന്ത്യയിൽ വലിയൊരു പ്രചരണം ഉണ്ടായിരുന്നു. പ്രചരണം എന്ന് പറയുന്നത് എമർജൻസി കാലത്ത് പാവപ്പെട്ടവരെ, തൊഴിലാളികളെ, റിക്ഷ തൊഴിലാളികളെയും കൂലിപ്പണിക്കാരെയൊക്കെ ജബർദസ്തി, അതായത് കമ്പൽസറി ആയിട്ട് പിടിച്ചുകൊണ്ട് പോയി അവരെ ഈ സ്റ്റെറിലൈസേഷൻ, അതായത് കുടുംബാസൂത്രണം അവർ നടത്തുകയും അവർ അങ്ങനെ ചെയ്തു എന്ന് വലിയൊരു പ്രചരണം ഉണ്ടായി. അത് എത്രമാത്രം ശരിയാണ് എന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഡൽഹിയിലും ഉണ്ടായിട്ടുണ്ട്. കാര്യം അന്ന് ഈ ഡോക്ടേഴ്സിനൊക്കെ ഒരു കോട്ട കൊടുത്തു, ഇത്ര ദിവസിക്കകം ഇത്ര പേരുടെ വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തിയിരിക്കണം എന്ന്. അപ്പൊ ആ കോട്ട തികയ്ക്കാൻ വേണ്ടി അവർ പാവപ്പെട്ടവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അവർക്ക് ഏതാണ്ട് ചില സമ്മാനങ്ങളും കുറച്ച് പൈസയും കൊടുക്കും. അങ്ങനെ ഒത്തിരി പേരെ അവർ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് ഈ ഇലക്ഷൻ വന്നപ്പോൾ അത് വലിയൊരു ക്യാമ്പയിൻ ഇഷ്യൂ ആവുകയും അതാണ് അല്ലാതെ എമർജൻസിയുടെ ക്രൂരതയായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കൂടുതലും ഈ കുടുംബാസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട വന്ധ്യംകരണമാണ് കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെന്റിന് വിനാശിയായിട്ട് വന്നത്. കാരണം ഇങ്ങനൊരു വന്ധ്യംകരണ പരിപാടി സൗത്ത് ഇന്ത്യയിലെങ്ങും നടന്നില്ല. സൗത്ത് ഇന്ത്യയിലാണ്, അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, കേരളം,
അതുപോലെ പോണ്ടിച്ചേരി, ഈ സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷത്തോടെയാണ് ജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും മറന്നുകൂടാ. ഈ നിർബന്ധിത മദ്യനിർമ്മാണം അത് കേരളത്തിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും വ്യാപകമായിട്ടുള്ള പ്രചാരണം അന്നൊരു പക്ഷേ നടന്നിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഈ നേരത്തെ സഞ്ജയ് ഗാന്ധിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ സഞ്ജയ് ഗാന്ധിയുടെ ഒരു കോട്ടറിയെക്കുറിച്ച് പിന്നീട് പുറത്തേക്ക് വിവരങ്ങൾ വന്നിരുന്നു. സഞ്ജയ് ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ഇപ്പോൾ അംബിക സോണി, റുക്സാന സുൽത്താന, അങ്ങനെ തുടങ്ങിയുള്ള കുറച്ച് ആളുകൾ. ഇപ്പുറത്ത് ഇന്ദിരാഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നിരുന്നു. RK ധവാൻ, ML ഫോത്തേദാർ, അങ്ങനെ പറയുന്ന കുറേ നേതാക്കളുടെ വിവരങ്ങൾ. ഇത്തരം ഈ പൊളിറ്റിക്കൽ ഇൻഫർമേഷൻസ്, ഈ കോട്ടറികളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇതൊക്കെ അക്കാലത്ത്, ഈ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെയോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലത്തോ ഒക്കെ പുറത്തേക്ക് വന്നിരുന്നോ? വിവരങ്ങൾ ഉണ്ടായിരുന്നോ ജേർണലിസ്റ്റുകൾക്ക്? അന്ന് ഒരു പ്രത്യേകത, വാർത്തകൾ ഇല്ലായിരുന്നുവെങ്കിലും ധാരാളം റൂമേഴ്സ് അന്ന് പ്രചരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് പല പല റൂമേഴ്സ് വരുമായിരുന്നു. ആ റൂമേഴ്സിൽ ഒന്നാണ് സഞ്ജയ് ഗാന്ധി അമ്മയെ കൈകാര്യം ചെയ്ത് കൈകൊണ്ട് അടിച്ചു എന്നൊക്കെയുള്ള വാർത്ത. അങ്ങനെയുള്ള പല പല റൂമേഴ്സ് വരുന്നുണ്ടായിരുന്നു. ആ റൂമേഴ്സ്, എല്ലാ റൂമേഴ്സും വെറും കള്ളമല്ലായിരുന്നു, അല്ലെങ്കിൽ നുണയല്ലായിരുന്നു. അതിനകത്തും കുറെ സത്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഈ റൂമേഴ്സ് ആരും അത് എഴുതുകയില്ലായിരുന്നുവെങ്കിലും റൂമേഴ്സ് അന്ന് ധാരാളമായിട്ട് പരക്കുമായിരുന്നു. ഉദാഹരണത്തിന് തന്നെ ഈ വന്ധ്യകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ധാരാളം നടന്നതിനേക്കാളും കൂടുതൽ റൂമേഴ്സാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്ത് സംഭവങ്ങൾ എടുത്താലും അതിനെക്കുറിച്ച് വളരെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് ഗവൺമെന്റിന് അന്ന് പറ്റിയൊരു തകരാറ്, അന്നത്തെ ഈ ഭരണാധികാരികള് ഈ നെഗറ്റീവായിട്ടുള്ള വാർത്തകളൊന്നും ഗവൺമെന്റിനെ അറിയിക്കത്തില്ല. അതിനൊരു ഉദാഹരണമായിരുന്നു അന്നത്തെ ഡെപ്യൂട്ടി ചീഫ് സെൻസർ ആയിരുന്ന പ്രൊഫസർ ഓംചേരി NN പിള്ള. ഒരു മലയാളിയായിരുന്നു. അന്നത്തെ ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലെ ഏറ്റവും വലിയ ഓഫീസർ. അദ്ദേഹമായിരുന്നു ഡെപ്യൂട്ടി സെൻസർ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഒരു ചുമതലയുടെ ഒരു ഭാഗമായിരുന്നു, അതായത് രാവിലെ ഒരു ക്യാപ്സ്യൂൾ ഉണ്ടാക്കി പ്രധാനമന്ത്രിക്ക് ഇന്ദിരാഗാന്ധി കൊടുക്കണം. ഈ ന്യൂസ് ക്യാപ്സ്യൂളിൽ ഇന്ത്യയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള പത്രങ്ങളിലും റേഡിയോയിലും ഒക്കെ വന്ന വാർത്തകളുടെ ഒരു സംക്ഷിപ്തമായ ഒരു വിവരണം. അതായത് ഇന്ദിരാഗാന്ധി ഒരു 10 മിനിറ്റ് ഇത് വായിച്ചു കഴിഞ്ഞാൽ തലേ ദിവസം രാജ്യത്ത് എന്തൊക്കെ നടന്നു എന്നുള്ള വാർത്തകളൊക്കെ അവർക്ക് മനസ്സിലാകണം. ഈ റിപ്പോർട്ട് എഴുതി കൊടുക്കേണ്ട ചുമതല പ്രൊഫസർ ഓംചേരിക്കാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈ റിപ്പോർട്ടെല്ലാം എഴുതുമ്പോൾ അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനകത്ത് കുറെ നെഗറ്റീവ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് റിപ്പോർട്ട് കൂടി അദ്ദേഹം ഉൾപ്പെടുത്തുമായിരുന്നു. പക്ഷെ അത് അവിടെ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന് അയാളുടെ കയ്യിൽ കൂടിയാണ് ഇത് പോകുന്നത്, റിപ്പോർട്ട് ഇന്ദിരാഗാന്ധിക്ക് പോകുന്നത്. അയാൾക്ക് ഇഷ്ടമല്ലാതെ വന്ന് അയാൾ അതെല്ലാം ഈ നെഗറ്റീവായിട്ടുള്ള വാർത്തകളൊക്കെ വെട്ടിക്കളഞ്ഞു എന്ന് മാത്രമല്ല ഓംചേരിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. ഡെപ്യൂട്ടി ചീഫ് സെൻസർ എന്ന ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് അത് വളരെ വിഷമമല്ല, അദ്ദേഹത്തിന് വൈരാഗ്യ മനോഭാവമാണ് അത് ഓംചേരിയിൽ ഉളവാക്കിയത്. ഓംചേരി ആ സംഭവത്തെ അല്ലെങ്കിൽ ഇതിനെ ആസ്പദമാക്കി ഉലകുട പെരുമാൾ എന്ന പേരിൽ ഒരു നാടകവും അന്ന് രചിക്കുകയുണ്ടായി. സാർ ഇപ്പം ഈ പറഞ്ഞനുസരിച്ച് ഈ ഓംചേരി NN പിള്ളയുടെ റിപ്പോർട്ട് എന്താ പറയുക, അതിൽ നെഗറ്റീവ് വശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുത്ത പരാമർശങ്ങൾ മാത്രമാണ് ഇന്ദിരാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിയിരുന്നത്. അപ്പോൾ എല്ലാം ഭംഗിയാണ്, എല്ലാം ഗംഭീരമായി നടക്കുന്നു. ഈ തോന്നലാണ് ഒരുപക്ഷെ അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അടിയന്തരാവസ്ഥ പിൻവലിച്ചില്ലായിരുന്നു. അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അവരെ പ്രേരിപ്പിച്ചത് ഈ തീരുമാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എമർജൻസി കഴിഞ്ഞത് അവര് രാജിവെക്കാനായിട്ട് അന്നത്തെ വൈസ് പ്രസിഡന്റ് BD ജെട്ടിയുടെ അടുത്ത് രാജിക്കത്ത് വേണ്ടി ചെന്നപ്പോൾ BD ജെട്ടിയാണ് ഇതൊരു റിട്ടേൺ പ്രൂഫ് എന്നുള്ളതല്ല, BD അതായത് നിങ്ങൾ ഈ എമർജൻസി വിഡ്രോ ചെയ്തില്ല എങ്കിൽ ഈ പുതിയ ഗവൺമെന്റ് ഈ നിയമങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങളെ പിടിച്ച് അകത്താക്കാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഈ എമർജൻസി വിഡ്രോ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഈ എമർജൻസി ഇന്ദിരാഗാന്ധി വിഡ്രോ ചെയ്യുന്നത്. റൈറ്റ്. ഞാൻ ഉദ്ദേശിച്ചത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ളൊരു പ്രേരണയായത് ഒരുപക്ഷെ ഈ നെഗറ്റീവ് റിപ്പോർട്ടുകൾ ഒഴിവാക്കിയിട്ട് എല്ലാം വളരെ ഭംഗിയാണ്, ഇപ്പോൾ രാജ്യം മുഴുവൻ വളരെ ഭംഗിയായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നിങ്ങൾ തിരിച്ച് അധികാരത്തിലേക്ക് വരും എന്നൊക്കെയുള്ള മട്ടിൽ അവർക്ക് കൊടുത്ത റിപ്പോർട്ടുകളായിരിക്കാം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അവര് വിശ്വസിച്ചത് എമർജൻസി എല്ലാം ഭയങ്കര വിജയമാണ്, ആൾക്കാരെല്ലാം അവരോടൊപ്പമാണ്,
ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് അവർ കൊടുത്തുകൊണ്ട്. അതുപോലെ തന്നെ അവരുടെ മന്ത്രിമാരും അവരുടെ ചെങ്കിടികളും അവരുടെ ഗവൺമെന്റുകളും ഒക്കെ കൊടുത്ത് വാർത്തകൾ അല്ലെങ്കിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ എല്ലാം ശരിയാണ് എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു നല്ല അല്ലെങ്കിൽ ആ ഭരണാധികാരി വിമർശനത്തെ കൂടി കേൾക്കാൻ കഴിയുന്നവരായിരിക്കണം. വിമർശനത്തിൽ കൂടിയാണ് പലപ്പോഴും പല കാര്യങ്ങളും ഭരണാധികാരി അറിയുന്നത്. ആ ഭരണാധികാരിയെ ചെയ്യുന്നതെല്ലാം ശരിയാണ്, അദ്ദേഹം ചെയ്യുന്നതെല്ലാം ശരിയാണ്, അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ല. ആ ഒരു സിറ്റുവേഷൻ എമർജൻസി. അതുകൊണ്ട് എന്ത് പറ്റി? അവരൊരു മൂഢ ലോകത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഓഫ്കോഴ്സ് തെരഞ്ഞെടുപ്പ് നടത്തിയത് നന്നായി, പക്ഷെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നുള്ള അവരുടെ ധാരണ അങ്ങനെയാണ് ഉണ്ടായത്. സർ, ഫൈനലി നമ്മൾ ഈ പഴയ കാലം 50 കൊല്ലം മുമ്പുള്ള ഒരു കാലത്തെ റെഗുലേഷൻസെ കുറിച്ചും ഭരണകൂടത്തിൻ്റെ എന്താ പറയുക പൗരാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ റദ്ദാക്കിക്കൊണ്ടൊക്കെ ഭരണകൂടം നടത്തിയ വാഴ്ചയെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ അത്തരം സംഗതികളില്ല. പക്ഷേ മാധ്യമങ്ങൾ സ്വയം സെൻസർഷിപ്പ് ഏർപ്പെടുത്തുക മാത്രമല്ല, ഒരു പക്ഷത്തിന് പുകഴ്ത്തിപ്പാടലാണ് ഭൂരിഭാഗം മാധ്യമങ്ങൾ നടത്തിക്കൊണ്ട്. ഗോദി മീഡിയ എന്ന വിശേഷണം മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗം കേട്ടുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് പൗരാവകാശങ്ങൾക്ക് മേൽ വലിയ കടന്നുകയറ്റം ഉണ്ടാകുന്നു എന്നുള്ളതിനുള്ള തെളിവുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ CAA സമരകാലത്ത് എങ്ങനെയാണ് ഭരണകൂടം പെരുമാറിയെന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ പുനെയിൽ നടത്തിയ അറസ്റ്റുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. അതിൽ ആളുകളെ എങ്ങനെയാണ് ഇംപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ കാലത്തെ എങ്ങനെയാണ് പഴയൊരു കാലഘട്ടമായിട്ട് താരതമ്യം, അതോ താരതമ്യത്തിന് അപ്പുറത്തുള്ളൊരു കാലത്താണോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന് എനിക്ക് പറയാനുള്ളത്, ഇന്ദിരാഗാന്ധിയുടെ എമർജൻസി രാജ്യത്ത് ഇമ്പോസ് ചെയ്യുമ്പോൾ അന്ന് ഭരണഘടനയുടെ ഒരു ഭാഗമായിരുന്നു ഈ പവർ, അതായത് എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള പവർ. അപ്പോൾ ഇന്ദിരാഗാന്ധി ഭരണഘടനയ്ക്കകത്ത് നിന്നാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് ഓർക്കണം. ഇപ്പോൾ ഭരണഘടനയിലെ പ്രശ്നങ്ങളൊന്നും അല്ല. ഇപ്പോൾ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു. അതുകൊണ്ട് പത്രക്കാർക്ക് പേടിയാണ്, അല്ലെങ്കിൽ പത്രക്കാർക്ക് ഗവൺമെന്റിനെതിരെ എതിരെ എഴുതാനായിട്ടുള്ള ധൈര്യം ഇല്ലാതെ വരുന്നു. അതുപോലെ തന്നെ പത്ര മുതലാളിമാർക്കും ഈ പ്രശ്നം ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് തന്നെ ഈ കോവിഡ് സമയത്ത് ഡൽഹി ഉത്തർപ്രദേശ് പ്രമുഖമായ ഒരു പത്രം, അതായത് ശവങ്ങള്, അതായത് ഹ്യൂമൻ ബോഡീസ് വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോകുന്നു എന്നൊരു വാർത്ത വന്നപ്പോൾ ആ പത്രമുതലാളിക്കെതിരെ ഗവൺമെന്റ് ആക്ഷൻ എടുത്തു. ആ റിപ്പോർട്ടിങ് അതോടുകൂടി അവസാനിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ഭരണഘടനയൊന്നും അല്ലെങ്കിൽ എമർജൻസി ഒന്നും ഉണ്ടായിട്ടല്ല. എമർജൻസി ഒന്നും ഇല്ലാതെ തന്നെ ഗവൺമെന്റിന് കാര്യങ്ങൾ നടത്താനായിട്ട് ഇപ്പോൾ കഴിയുന്നുണ്ട്. അതാണ് പറയുന്നത്. ഇപ്പോൾ അൺഡിക്ലെയർഡ് എമർജൻസിയാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ജയിലുകളിൽ ധാരാളം ആൾക്കാർ അകത്തുണ്ട്. ഒരു പ്രയാസവുമില്ല. ഉദാഹരണത്തിന് എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരാളെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നവർ ചാർജ് ആരെങ്കിലും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് എന്നെ വന്ന് എടുത്തുകൊണ്ട് പോകും. പിന്നെ എനിക്ക് മാസങ്ങൾ ജയിലിൽ കഴിഞ്ഞെങ്കിലേ അത് തെളിയിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പുറത്തു വരാൻ കഴിയൂ. അങ്ങനെ ധാരാളം ആൾക്കാര് ഇന്ന് ജയിലുള്ളിലുണ്ട്. അപ്പൊ അത് എന്തടിസ്ഥാനത്താണ്? അപ്പോൾ ഇപ്പോൾ ഉള്ള എമർജൻസി എന്ന് പറയുന്നത് എമർജൻസി ഇല്ല എങ്കിലും എമർജൻസിക്ക് തുല്യമായ, ഒരുപക്ഷെ എമർജൻസിയെക്കാളും ഭീകരമായ ഒരു സിറ്റുവേഷനാണ് ഈ രാജ്യത്ത് നിലകൊള്ളുന്നത്. ഉദാഹരണത്തിന് സ്റ്റാൻ സ്വാമി എന്ന ഒരു പ്രീസ്റ്റിന്റെ കാര്യം എടുക്കാം. അദ്ദേഹത്തിന് 80 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൈ വരയ്ക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കുടിക്കാൻ കോടതിയിൽ ഒരു ആവശ്യം, അദ്ദേഹത്തിന് കുടിക്കാനൊരു സിപ്പർ വേണമെന്നാകുമ്പോൾ കോടതി എന്താണ് ചെയ്തത്? കോടതി പോലീസിന് കമന്റ് എഴുതി അത് മാസത്തെ സമയം കൊടുത്തു. ഈ സിപ്പർ രോഗിയായ ഈ മനുഷ്യന്, പാർക്കിൻസൺ ഡിസീസ് ഉള്ള ഈ മനുഷ്യന് സിപ്പർ കൊടുക്കുക. അദ്ദേഹത്തിന് വേണമെങ്കിൽ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 സിപ്പർ കിട്ടും, അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അതിന് പകരം അദ്ദേഹം പോലീസിന്റെ അഭിപ്രായം തേടി, അതും ഒരു സമയം കൊടുത്തു. ഇത് ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് എഴുതി വെച്ചിരിക്കുന്നത്? മനുഷ്യത്വം ഇല്ലായ്മയുടെ ഏറ്റവും മൗഢോദാഹരണം അല്ലായിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഭരണഘടനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പ്രയാസങ്ങൾ നേരിടുകയാണ്. അന്ന് ഗവൺമെന്റിനെതിരെ ശബ്ദിക്കാൻ ഒക്കത്തില്ല, ഗവൺമെന്റിന് എതിരെ എഴുതാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. എഴുതിയാൽ അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഏതെല്ലാം രീതിയിലുള്ള കേസുകളും വരാൻ സാധിക്കും. ഞാൻ താങ്കൾക്ക് തരുന്ന ഇന്റർവ്യൂ കഴിയുമ്പോൾ എനിക്ക് ചില ഫോൺ കോളുകൾ വരാറുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അപകടമല്ലേ എന്ന് എന്നോട് തന്നെ ചില സുഹൃത്തുക്കളെ വിളിച്ച് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്?
എനിക്ക് ഭാഗ്യവശാൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. എങ്കിൽ തന്നെ ആൾക്കാർ എന്നോട് പറയും സൂക്ഷിക്കണമല്ല നിരുത്താകണം. ഞാൻ എന്തിനാ സൂക്ഷിക്കും? ഞാൻ ഒരു പത്രപ്രവർത്തനം, ഞാൻ സത്യമാണ് വിളിച്ച് പറയുന്നത്, അല്ലാതെ പറയുന്നത്. ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ എമർജൻസി അപലപിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തുന്ന ഇന്ത്യയിലെ ഒരു വ്യക്തി, മഹാനായ ഒരു വ്യക്തി, അദ്ദേഹം എമർജൻസിയുടെ 21 മാസവും അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ താമസിക്കാനായിട്ട് 6 മാസത്തിൽ കൂടുതൽ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? 6 മാസം തീരാറാകുമ്പോൾ കാനഡയോ അല്ലെങ്കിൽ അതുപോലുള്ള അടുത്തുള്ള ഏതൊരു രാജ്യത്ത് പോയി ഒരു വിസിറ്റ് ചെയ്തിട്ട് വീണ്ടും തിരികെ വരും. അങ്ങനെ 21 മാസം അമേരിക്കയിൽ വസിച്ച ശേഷമാണ് എമർജൻസി മാറ്റിക്കഴിഞ്ഞ ഭാരതത്തിലേക്ക് തിരികെ വരുന്നത്. അദ്ദേഹമാണ് ഇന്ന് എമർജൻസിക്കെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തുന്നത് എന്നത് പ്രസ്താവിക്കണം. റൈറ്റ്. എന്തായാലും അത്തരം വൈരുദ്ധ്യങ്ങൾ കൂടിയുണ്ട് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് 50 വർഷത്തിന് ശേഷം നമ്മൾ ഓർക്കുമ്പോൾ. അതിനേക്കാൾ പ്രധാനം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം 50 വർഷം പിന്നിടുമ്പോൾ അടിയന്തരാവസ്ഥയെ കവച്ചു വെക്കുന്ന നിയന്ത്രണങ്ങൾക്കുള്ളിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. മൗലികാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം, സ്വകാര്യതകൾക്ക് മേലുള്ള കടന്നുകയറ്റം, സർവൈലൻസ് മെക്കാനിസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം, അതിന് ഏത് വിധത്തിലുള്ള സോഫ്റ്റ്വെയറും ചാര സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കാൻ മടിയില്ലാത്തൊരു ഭരണകൂടം, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു ലോകത്താണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ ഗൗരവത്തിൽ ഉയരുന്നുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് 50 ആണ്ട് ആകുമ്പോൾ. അതേക്കുറിച്ച് കൂടിയാണ് സീനിയർ ജേർണലിസ്റ്റായ AJ ഫിലിപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം അഭിമുഖങ്ങളിൽ സംസാരിച്ച് കഴിയുന്നതിന് തൊട്ടു പുറകെ നിങ്ങൾ എന്തിനാണ് ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അപകടം ചെയ്യില്ലേ എന്ന സ്നേഹബുദ്ധിയുള്ള ഫോൺ കോളുകൾ അദ്ദേഹത്തിന് വരുന്നത് പുതിയ കാലം അടിയന്തരാവസ്ഥയേക്കാൾ കുറച്ചുകൂടെ അപകടകരമാണോ എന്ന സന്ദേഹം നമ്മൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.